ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കുഞ്ഞു മീൻകറി വെക്കാം. അതിനാവശ്യമായത് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്, അത് ചേർക്കാം. അതിനുശേഷം നമ്മളുടെ സവാളയാണ് ഇവിടെ ചേർക്കുന്നത്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഇവിടെ സവാള ചേർത്ത് നല്ല രീതിയിൽ ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് 2 തക്കാളി ചേർക്കാം. തക്കാളി 2 വെന്ത് വരുന്നവരെ വഴറ്റിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ പൊടികൾ ചേർക്കാം. ഒരു മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണുള്ളൂ. മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ ഉണ്ട്. മുളക് പൊടിക്ക് എരിവില്ലാത്തത് കൊണ്ടാണ്, കാശ്മീർ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ നിറച്ചും വേണ്ട, അതിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ അത് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരെ വഴറ്റിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഈ വഴറ്റിയെടുക്കുമ്പോൾ ആ സമയത്ത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ മാറ്റാതെ ഒന്ന് വഴറ്റിയെടുക്കാം. സിമ്മിലിട്ട് വെക്കണേ, ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വെക്കേണ്ട. ഫ്ലെയിം കുറച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ കുടംപുളിയിൽ അത് നല്ല രീതിയിൽ കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുക സെപ്പറേറ്റ്. എന്നിട്ട് ആ വെള്ളം ഈ മസാലയുടെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് തിളച്ചിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആവശ്യമായ കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അത് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കുക. പുളി ഇട്ട് ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ആ പുളി അതിലേക്കൊന്ന് ഇറങ്ങി പിടിക്കട്ടെ. നമ്മുടെ പുളിയുടെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇച്ചിരി പുളിയൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം തിളച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവറിൻ്റെ മണവും പുളിയുടെയൊക്കെ ഒരു മണമൊക്കെ കിട്ടും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പിടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ 2-3 സെക്കൻഡ്സ് തിളക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു പുളി ഇട്ടതിന് ശേഷം. അതിന് ശേഷം നമ്മുടെ മീൻ ഇട്ടാൽ മതി. മീൻ ഇട്ടിട്ട് പിന്നെ ഒരുപാട് നേരം നമ്മുടെ സ്പൂണും കൊണ്ടോ കയ്യിലും കൊണ്ടോ ഒന്നും മീനിട്ട് ഇളക്കണ്ട. ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താലും മതി. കാരണം മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മീൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു 2-3 വേപ്പില ഒന്ന് ജസ്റ്റ് മുകളിൽ കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇറക്കി വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.